വാർത്തകൾ തുടരുന്നു. കരയാമുട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂൾ വാൻ റോഡരികിലെ മതിൽ ഇടിച്ചു തകർത്തു. കരയാമുട്ടം സെന്ററിൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ വാനാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കയറ്റാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം. മൈക്ക സെന്ററിൽ വെച്ച് നിയന്ത്രണം വിട്ട വാൻ റോഡരികിലെ കാനയും കടന്ന് വീട്ടുമതിൽ ഇടിച്ച് തകർത്താണ് നിന്നത്. അപകടത്തിൽ വാനിന്റെ മുൻപിലെയും പുറകിലെയും ഗ്ലാസുകൾ തകർന്നു. അപകട സമയത്ത് വാനിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു. ലെമർ സ്കൂളിന് വേണ്ടി കരാറടിസ്ഥാനത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ വാൻ പ്രവർത്തിക്കുന്നത്. അപകട സമയത്ത് വാൻ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കയ്പമംഗലം പനമ്പിക്കുന്ന് ചെളിങ്ങാട് റോഡ് ഇപ്പോഴും തോടായി തുടരുന്നു. നിർമ്മിച്ച കാലം മുതൽ എല്ലാ മഴക്കാലത്തും മുട്ടപ്പം വെള്ളത്തിൽ മുങ്ങാനാണ് ഈ റോഡിന്റെ വിധി. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളടക്കം നിരവധി കാൽനടയാത്രികരും ഈ റോഡിൽ ദുരിതം പേറുകയാണ്. കാനയില്ലാത്തതാണ് ഈ റോഡിൽ യാത്ര ദുഷ്കരമാക്കിയിരിക്കുന്നത്. കാന നിർമ്മിക്കാനായി വിവിധ ഫണ്ടുകൾ അനുവദിച്ചുവെന്ന അധികൃതരുടെ വാഗ്ദാനമല്ലാതെ റോഡിന് ഇനിയും ശാപമോക്ഷമായിട്ടില്ല. മണി ചെയിൻ സ്ഥാപനമായ ടിക് ബസാറിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകിയതായി ആളൂർ കല്ലേറ്റുങ്കര വികസന സമിതി ഭാരവാഹികൾ ഇരിഞ്ഞാലക്കുടയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്കൽ പോലീസിനെ മാറ്റി നിർത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും പോലീസ് വകുപ്പിലെ എക്കണോമിക് ഫൈനാൻസ് സെല്ലിനെ കൊണ്ട് വിശദമായി അന്വേഷിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ കിടക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഇത് 14 കടപ്പെടുത്തും 14 കടപ്പെടുത്തുന്നു ശരിയായിരുന്നു. പിന്നെ ഈ ബാങ്ക് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്നാണ് CM പറഞ്ഞത്. തട്ടിപ്പിന് പിന്നിലെ പലരും തമിഴ്നാട്ടിലേക്ക് കടന്നതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ചന്ദ്രശേഖര മേനോൻ, വർഗീസ് കോക്കാട്ട് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത മഴയെ തുടർന്ന് ഇരിഞ്ഞാലക്കുട മേഖലയിലും നാശനഷ്ടം. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. മഴയിൽ ചുമർ കുതിർന്നതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു. ഐക്കരക്കുന്ന് കുന്നത്ത് പറമ്പിൽ ജോസിന്റെ വീടാണ് തകർന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ജോസും ഭാര്യ ഹിൽഡയും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിനകത്തെ കട്ടിലുകൾ, അലമാര, ഗൃഹോപകരണങ്ങൾ എന്നിവയും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാർലത്ത് കവുങ്ങ് കടപുഴകി വീണ് ചെന്നല്ലിപ്പറമ്പിൽ രാമനെഴുത്തച്ഛന്റെ വീട്ടിലെ തൊഴുത്ത് തകർന്നു. അപകട സമയത്ത് തൊഴുത്തിൽ ആടുമാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അപകടമൊന്നും പറ്റിയില്ല. തീരദേശത്തിന് പുതിയ ഫാഷൻ ട്രെൻഡുകൾ സമ്മാനിച്ച് സീനാസ് സ്റ്റിച്ചിങ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് സെന്റർ കയ്പമംഗലം 12 പ്രവർത്തനം ആരംഭിച്ചു. കയ്പമംഗലം കാക്കാത്തിരുത്തി ബദർപള്ളി ഖത്തീബ് മുഹമ്മദ് ഷാഫി MA കായംകുളം സീനാസിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നിർവഹിച്ചു. രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ KK ശേഖരൻ ആദ്യ വിൽപ്പന നടത്തി. സിദ്ദീഖ് മുല്ലശ്ശേരി ഏറ്റുവാങ്ങി. എല്ലാവിധ സ്റ്റിച്ചിംഗ് ഡിസൈൻ വർക്കുകൾ, പർദ ഡിസൈനിംഗ്, പരമ്പരാഗത രീതിയിലുള്ള എംബ്രോയിഡറി വർക്കുകൾ, നമസ്കാര കുപ്പായങ്ങൾ എന്നിവ അത്യാകർഷക രീതിയിൽ സംവിധാനിക്കുന്നതിന് പ്രഗത്ഭ ഡിസൈനർമാരുടെയും പരിചയസമ്പന്നരും വിദഗ്ധരുമായ ജോലിക്കാരുടെയും സേവനം സീനാസിൽ ലഭ്യമാണ്. നോമ്പിലെ ഇഷ്ടവിഭവമായ ഈത്തപ്പഴത്തിന് തീരദേശത്ത് പ്രിയമേറുന്നു. റംസാൻ ആയതോടെ വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നായി വ്യത്യസ്തമായ നിരവധി ഈത്തപ്പഴങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. കിലോയ്ക്ക് 400 രൂപ മുതൽ 90 രൂപ വരെയുള്ള ഈത്തപ്പഴങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കേരളത്തിലെത്തുന്നത്. UAE, ഒമാൻ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഈത്തപ്പഴം എത്തുന്നുണ്ട്. കണ്ടെയ്നറുകളിലും കാർട്ടൺ പെട്ടികളിലുമായി എത്തുന്ന ഈത്തപ്പഴങ്ങളിൽ കണ്ടെയ്നറിൽ എത്തുന്നവയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാകുന്നത് അത്യധികം ശ്രേഷ്ഠമാണെന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇതാണ് റംസാനിൽ ഈത്തപ്പഴത്തിന് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം. ഈത്തപ്പഴം കിട്ടാത്ത കാലത്ത് ശീലിച്ച ഉണങ്ങിയ കാരക്ക കാരണവന്മാർക്ക് ഇപ്പോഴും പഥ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിസയർ മണി ചെയിൻ തട്ടിപ്പ്, 400 പേരെ ചേർത്ത മേജർ അറസ്റ്റിൽ.
ബസ് ചാർജ് വർധന യുവമോർച്ച പ്രവർത്തകർ ഇരിഞ്ഞാലക്കുടയിൽ പ്രതിഷേധിച്ചു. കരയാമുട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂൾ വാൻ റോഡരികിലെ മതിൽ ഇടിച്ചു തകർത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.